ഇടുക്കി കൊതുകല് ഇടുക്കി ഉമ്മ ഇടുക്കി നല്ല കൊതുകല് ഉമ്മമാക്ക് തിരിച്ച് കയറിയെടുത്താ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതല്ലാതെ വേറെ കൊതുകലല്ലേ? ഇല്ലേ? ഉണ്ട്. കൊതുകൊന്നും പറ്റില്ല. ആരും ഉപയോഗിക്കണം ഞാൻ കണ്ടില്ല. എന്റെ മോനെ പൊരിച്ചിട്ട് ബാക്കി നമുക്ക് അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കും കൂടി ചെയ്യാന്നാണ്. ചെല്ലിമ്മ ആ അതൊക്കെ രണ്ടാൾക്കാര് എന്നാണോ വരുന്നേ? സഞ്ജയ്, ഞങ്ങളൊരു വ്ളോഗ് എടുക്കാനുള്ള പരിപാടിയാണ്. നിങ്ങളെങ്ങോട്ടാ പോണേ? ഇമ്മ നോക്കി നിക്കാതെ കോട്ട് എടുത്ത് വരും. ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അതെ, ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആകെ കളവില്ല. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മഴ എപ്പോഴാണ് ചോർന്നത്, നമുക്ക് എന്താ വീഡിയോ എടുക്കാണെന്ന് അറിയില്ല. പക്ഷെ മഴക്കാലം വന്നപ്പോ ഈ പെരിയിലും കഷ്ടാണ്, അവിടെ ഉണ്ടാക്കിയ പെരിയിലും കഷ്ടാണ്. അവിടെ എന്തൊക്കെയോ ഒലിച്ചു പോകുന്നുണ്ടല്ലേ? അതെ, ഞങ്ങള് സിമെന്റും മണലും നോക്ക് എന്താ ഇപ്പൊ പറയാ, അവിടെ പെരപ്പണിന്റെ എന്താ പറയാ മറ്റേ മെറ്റലും മണലൊക്കെ ഒലിച്ചു പോകുന്നുണ്ട്. നമുക്കിപ്പോ അതിന് വേണ്ടി പോവുകയാണ്. ജസ്റ്റ് കുറഞ്ഞ ടൈം ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് തോന്നി പൊയിലും പാടെ ഒന്ന് പോയിട്ട് അഥവാ വല്ല മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോരാനും ബിരിയാണി കൊടുക്കണ്ടില്ല, അല്ല കൊടുക്കണ്ടില്ല വിചാരിച്ചാണ്ട് നമുക്ക് പോയിന്റ് അവിടെ ഒന്ന് ചെന്നോക്കണേ. നമ്മളെ പെരനാണ്ടാണ് മെയിൻ ആയിട്ട് ചെന്നോക്കണേ. ഞാൻ ഒന്ന് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പൊയിലും കൂടി പോയോ. അങ്ങനെ നമ്മള് പുതിയ കൊതുകോല നമ്മൾ എടുത്തിക്കണ് അല്ലേ? ഒരാളെ പിടിക്കാണ്ടാവുമ്പോൾ ഇതുവരായിട്ട് വിരിച്ചിട്ടില്ലല്ലോ. ഇതെന്തിനാ എടുത്തീന്? നമുക്ക് ആവശ്യം ഉണ്ടാവൂലേ? എന്തിന്? എന്തേലും ആവശ്യം ഉണ്ടാവൂലേ? എന്തേലും ആവശ്യം ഉണ്ടാവും പറഞ്ഞാൽ എടുത്തുവെച്ചിക്ക. പുതിയ കൊതുകോലയാണ്. അത് കുഴപ്പമില്ല. കൊതുകല കൊണ്ട് നമുക്ക് എന്തായാലും ഉപകാരമല്ല. കൊതുകല നമ്മൾ ഇടലും ഇല്ല. മീൻ പിടിച്ച അല്ലെങ്കിൽ മീൻ പിടിച്ചതൊക്കെ മീനിൽ കുടുങ്ങണം. അതെ, മൊത്തം കുടുങ്ങണം. എല്ലാം മീനെ നമുക്ക് കിട്ടണം. ചെന്നോക്കെ അല്ലേ ടൈമില്ല. ചെന്നോക്കല്ലേ പോയോക്കല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് നേരെ എന്നാ പോകുക. അതിന് മീൻ പിടിച്ചാലേ നമ്മള് പോണത്. നമ്മളാദ്യം പണി എടുക്കാനാ പോണേ. അതന്നെ, എങ്ങാനും ബിരിയാണി കൊടുക്കണ്ടല്ലോ. മയക്കാറുണ്ട് കേട്ടോ ഗൈസ്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പൊ ടൈം എത്രയായി അമ്മ? എന്റെ 4 മണി 4 മണിയായി. ഇപ്പോഴാണ് മഴ ഒന്ന് ചോരുന്നത്. പെരിഞ്ചായി മഴ കേട്ടോ. ഇവിടെ മാത്രമല്ല നിങ്ങളുടെയൊക്കെ എന്നെ അവസ്ഥല്ലേ ഗൈസ്. വേറൊരു സംഭവം അതിന്റെ അടിക്കൂടെ ഉണ്ടായിക്കണേ. മഴക്കാലം ആയതുകൊണ്ട് ഉമ്മയും വലിയമ്മയും കാര്യമായിട്ട് കൊട വാങ്ങിക്കണേ. ഒരാള് പച്ച, എന്തത് ലീഗുകാരനോ? ലീഗുകാരോ? വേറെ അടുത്ത കോമഡി ഞാൻ പറഞ്ഞിടാ. വേറെ അടുത്ത കോമഡി ഞാൻ കാണിച്ചു തരാം. എന്താ പറയാ? ഞാൻ കൊടയൊക്കെ വാങ്ങി. ഇവിടെ നോക്കുമ്പോ അതിന്റെ കുതിരല്ല, അതിന്റെ ബട്ടണില്ലാന്നോ? അതാരും വേറെ ആരോ കൊണ്ടുപോയിക്കണേ. കോലും കൊണ്ട് അടക്കാൻ വേണ്ടിട്ട് ഒരു കോലും കയ്യിൽ കൊണ്ട് നടക്കണം. കുത്തിയാലേ സംഭവം അടക്കുള്ളൂ. എന്ത് ഉമ്മ എന്താ പറയണ്ടടാ? കുമ്മായേ ഇത്തള് വാങ്ങിട്ട് നീട്ടിട്ട് ഇവിടെ പഞ്ചായത്തുകാർ കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് നടക്കുമ്പോ വൗക്കും. അപ്പൊ അതിനാണ് ഉമ്മ പറഞ്ഞു ഇവിടെ കുമ്മായ ഇടണമെന്നാണ് ഉമ്മ പറയുന്നത്. ഗൈസ്, നമ്മൾ 2 ദിവസം പെരിന്ന് മാറി നിന്നപ്പത്തിന് ഇവിടെ എന്തൊക്കെ ഉണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു മതിൽ വന്നുല്ലേ? ഒരു മതിൽ വന്നു. അത് നമുക്ക് എന്തായാലും ഉപകാരമായി അല്ലേ? വയ്യൊന്ന് കറക്റ്റായി കിട്ടി, സെറ്റായി. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ നിങ്ങൾക്ക് ഇപ്പോഴും അതേപോലെ അവിടെ കിടക്കണുണ്ട്. കിടക്കണ കറക്കം നോക്കി അപ്പുറത്തേക്ക് വണ്ടി വരാൻ വേണ്ടിട്ട് ഒരു വജ്ജിതാക്കി ആയിക്കോട്ടെ. ഉപകാരം ഓലിക്കല്ല ഉപകാരമാണ്. നമുക്കുള്ള വയ്യാണിത്. ഈ മറ്റേ ഇവിടെ ആകെ ചള്ളിയാണ് കേട്ടോ. ഇവിടൊക്കെ എന്താ കാട്ടണ്ടി? അല്ല മമ്മ, ഇത് മമ്മ എങ്ങനെ വാരാനാണ് എന്നോട് പറഞ്ഞത്? അത് പറഞ്ഞേക്കും. ഫോണാക്കണേ. ഹായ് ഹായ്, ചെരുപ്പിടാതെ നടക്കാതെ ചെരുപ്പൊക്കെ ഊരിയാണ്ട് നടക്കണ്ട് വല്യമ്മ. അല്ല, ഇവിടെ എന്താ കോഴിത്തൂങ്ങലൊക്കെ? കോഴികളെ എത്തിനോ? ശരി, ജന്തുക്കളെ പിടിച്ചു നീക്കാരം. നമ്മളെ പേരയാണിത്. നമ്മളെ പേരാണ് പറഞ്ഞിട്ട് എന്താ പേരുണ്ട്? എന്നിട്ട് കാര്യമില്ല. ആകെ ലോക്കായത് ഈ ഒരൊറ്റ ഒരാള് കാണാനാണ് ലിംഗമ്പി. നമുക്ക് കോരിയിടാം. പരിപാടി വെക്കുന്ന നമ്മുടെ ചെക്കന്മാര് കടന്നു വരൂ. നിങ്ങളെ പേരൊക്കെ ഏതാ? ഇതിനെ മൈക്കും കൊണ്ട് കിട്ടടാ. അവിടെ നിന്നാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത്. എന്താണ് പറയാനുള്ളത്? നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണലുണ്ടോ? എന്താ പറയല്ലേ അഭിപ്രായം? നല്ല വീഡിയോസാ. എന്ത് പ്രതീക്ഷിച്ചേ? പറടാ. ഓനക്ക് വണ്ടിയാണോ? എന്താ പേര്? റൈഹാൻ. റൈഹാൻ. എന്റെ പേര്
റാസിൻ റാസിൻ. എന്റെ പേര് ഫത്ത റഹ്മാൻ. ആ എന്റെ പേര് നമ്മൾ അന്ന് ചോദിച്ചാണ്. ഇജാണില്ല അത് ഫത്താ റഹ്മാൻ. എന്നിട്ട് എന്തൊക്കെ പരിപാടി? കളി കഴിഞ്ഞോ? കളിച്ചാൻ പോകില്ലേ? ഞങ്ങളിപ്പോ മഴയൊക്കെ ആയതുകൊണ്ട് അധികം ഗ്രൗണ്ടിൽ പോകില്ല. ആ അതാണ് മഴക്കാലത്തിന്റെ പ്രശ്നം. നമുക്ക് ഗ്രൗണ്ടിൽ പോകാൻ പറ്റൂല. അതെ, അതൊന്നും പറഞ്ഞിട്ട് എല്ലാവരും പോയിക്കോണ്ടി. പോയി കളിച്ചോളി കേട്ടോ. പിന്നെ കളി ഇറക്കട്ടെ. ദിവസമൊക്കെ കാണിട്ടോ. സപ്പോർട്ട് ചെയ്. അല്ല ഉമ്മ, ഇത് എങ്ങനെ വാരാനാണ് ഉമ്മ ഉദ്ദേശിക്കുന്നത്? ചെരക്കല്ല് നമ്മൾ എങ്ങനെ വാരിയിട്ട് അങ്ങോട്ട് ഇടും? ആകെ ഒരു കൊട്ട കൊണ്ട് നിൽക്കണേ. ഇന്ന് കഴിക്കുന്ന എടുക്ക, ബാക്കി നാളെ എടുക്കാം. സ്ഥിരം പണിയാക്കിയത് നേരം വൈകുന്നേരം ആകല്ലേ. അത് കുഴപ്പമില്ല. ജാഞ്ഞൊന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും. ഇവിടുന്ന് നമുക്ക് വാരാൻ പറ്റുന്ന അത്ര വാരിട്ട് നോക്കാം. അല്ലാതെ വേറെ നിവർത്തിയില്ല അമ്മ. ഫുള്ളായിട്ട് പഠിച്ചെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് വരും, അവിടുന്ന് വരും. എന്തായാലും പണി തുടങ്ങി. അതവർക്ക് എന്താ കാട്ടിയത്? ഇജല്ലേ കാട്ടിയത്? ഓന അവിടുന്ന് കളച്ചാണ് ഇത് കിട്ടാണ്. അത് വേണ്ടാലും പിടിച്ചു തന്നെ പിടിച്ച് പണിയെടുക്ക്. അവിടെ കൊണ്ടേടി മണലേ. പിന്നെ ഇജ്ജെന്റെ മണലാതെ ഒറ്റ ലിമ്മി കൂടി ഇപ്പാണ് പോയിനേക്ക്. അല്ല ഉമ്മ ഇപ്പൊ ഞാൻ കാട്ടി പരിപാടി അല്ലേ കാട്ടണത്? അതാ ചട്ടിയെ കൊണ്ടിട്ടോക്കെ. അത് എളുപ്പല്ലേ. നല്ലൊരു മുന്നേറ്റാണത്. പറട്ടോ എടാ മോനെ, അസല് ബംഗാളി. ഒരാൾ വരുവോളം നിൽക്കണ്ടല്ലോ. ആ അവിടുന്ന് ഒരു കൈക്കോട്ട് വാങ്ങിക്കോട്ടെ. ആ എന്നാ അങ്ങനെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കല്ലേ കൈക്കോട്ട്. അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യും. മൈക്കും കൊണ്ടാ പോകണ്ടേ? മൈക്കും കൊണ്ട് അങ്ങനെ പോകണ്ട്. അല്ല അത് എടുക്കണില്ലേ? ഇത് എടുക്കണില്ലേ? ആ പോയിക്കോ. ഉമ്മമാരുടെ അടുത്ത് ബോംബല്ല കൊടുത്തു വിട്ടിക്കണം. മൈക്ക് അവിടെ കഴിഞ്ഞാ ഒരു കാണൂലേ എന്തേലും ആവൂലെന്ന്. എന്റെ കളി ഇതേതാ യുദ്ധഭൂമിയിലെ ഒരു പുതിയ പടൻ. ഇന്നിടും. ഇന്ന് രാത്രി കേട്ടോ 8:30. വണ്ടി Come on. Yalla. ഇവിടെ വക്കിയുടെ വീണാലേ നിങ്ങൾക്ക് ഒറ്റ കൊഞ്ഞാളായി അന്ന അടിച്ചാണല്ലോ. ഞാനും വണ്ടിയാലേ സാധാരണ ഭാഗ്യട്ടോ ഇപ്പൊ മഴയല്ല. അതുകൊണ്ട് കഴിച്ചതേ കുറച്ചേരെങ്കിലും മഴയില്ലാതെ നിന്നല്ലോ. ഓ അൽഹംദുലില്ലാ. ഇല്ല മമ്മ? ആ കുറച്ചേരം മഴയില്ല വന്നു. ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയാണ്. രാവിലെ തൊട്ട് പെയ്യൽ തുടങ്ങിയ മഴ. ഉമ്മ പുല്ലും പറിച്ചിട്ടുണ്ടോ? പോത്തിനെ വാങ്ങിക്കണം മമ്മ? അല്ലടാ ഇത് ഇവിടുന്ന് ആക്കാന് ചാക്കിട്ട്. ഉമ്മ അവിടെയുള്ള മണ്ണിലൊട്ടി പിടിച്ചൊക്കെ അവിടെ കടന്നോട്ടെ. നമുക്ക് അല്ലാത്ത എടുക്കാം. അതെ, വലിയ മാസം നല്ല എക്സ്പീരിയൻസ് കേട്ടോ. കാലും കൂട്ടി വരല്ലേ. ഇപ്പൊ ആശുപത്രി കൊണ്ട് മണ്ടേണ്ടി വരും. നയൻറ്റീസ് താരാണ് മോനെ. നമ്മളീ പറയുന്ന വായിക്കുന്നല്ല ഇല്ലടാ. 90s മിന്നും താരാണ്. അറിയാവോ? കാണല്ലാറിഞ്ഞിട്ടാക്കണ ഏറ്റ്. എന്നിട്ട് ആണോ? എന്നിട്ടോ ഗൈസ് അങ്ങനെ പടക്കളത്തേക്ക് ഞാൻ ഇറങ്ങാണ്. യുദ്ധഭൂമിക്ക് ചൊറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ കൊതുകൊക്കെ ഇവിടെ ഭയങ്കര കൊതുക് കേട്ടോ. സീനാണ്. വേഗം വരട്. മമ്മ ആ മൂലകത്തൊക്കെ അവിടെ നിന്നോട്ടെ. അത് കുഴപ്പമില്ല. അതല്ല അത് എടുക്കണ്ട. അത് കൊണ്ടുപോയിട്ടാ ഇല്ല. ആരാണ് പണിയെടുക്കുക? പെട്ടെന്ന് പരിപാടി വെച്ചാൽ ഗൈസ് പെട്ടെന്ന് കഴിയും. അതെ, അസല് ബംഗാളി കേട്ടോ ഗൈസ്. ഇവനെ പണിക്കാർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളി കേട്ടോ. സ്വന്തം പെരീത്തെ പണിയാണ്ട് എങ്ങനെ എടുക്കണേ? നാട്ടുകാരെ പണിയാണെന്നുണ്ടെങ്കിൽ ഒലക്കെടുക്കുന്നുണ്ട് ഗൈസ്. പണിയൊന്നും എടുക്കാതെ ഇങ്ങനെ എക്കണേൻ്റെ ഒരു സുഖം അതൊന്നും വേറെ തന്നെ കേട്ടോ. സത്യം പറയാമല്ലോ. മതി. പ്രത്യേകിച്ച് ഇങ്ങനെ വൈകുന്നേരം ആവുന്ന നേരത്തൊക്കെ ഇങ്ങനെ ബാക്കിലൊരു പണി എടുക്കണം കണ്ടോ. ഇങ്ങനെ മണ്ടി ഇറക്കണം, ഇങ്ങനെ കണ്ടിങ്ങനെ ഒത്തിരിക്കാം. ആ ഒരു പ്രത്യേകത വൈബാണ്. അതിൻ്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. അവിടെ കൊഴിഞ്ഞാടല്ലേ.
അതിന്റെ മുമ്പ് ബുഗാല്ലേ പറഞ്ഞത്. ഓക്കെ 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 കൊയങ്ങി കഴിച്ചു. ഉമ്മ വൈകുന്നു. ഉമ്മ എന്ത് പണി എടുത്തേച്ച് കണ്ടോ? നല്ല പണി എടുത്തേക്കണം. ആണോ? വയസ്സായി വയസ്സായി എന്ന് പറയാതെ അതെ, വയസ്സാണെങ്കിൽ എന്തെങ്കിലും ഉദാഹരണം കാണുന്നുണ്ടോ? ലക്ഷണങ്ങളൊന്നും കാണിക്കണില്ലല്ലോ വല്യമ്മ. വയസ്സായി വയസ്സായി പറയല്ലാതെ വയസ്സായതിന്റെ ലക്ഷണമൊന്നും വല്യമ്മ കാണിക്കണില്ലല്ലേ. റബ്ബേ, ഒരു ആവേശത്തിൽ ഇറങ്ങി പുറപ്പെട്ടാണ് കുടുങ്ങിയാലെ ഇതിനെ തുറക്കട്ടത്. പോകല്ലേ പോകല്ലേ വല്യമ്മയുടെ വെള്ളം കൊണ്ട് വരുന്നുണ്ട്. ഇക്കോട്ടെ വേം വരി. അത് കുഴപ്പമില്ല. പോട്ടെ. ഇമ്മാക്ക് പറ്റാൻ വയ്ക്കില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ഓന്റെ കയ്യിന് കുരു മറ്റേ കുരു പറഞ്ഞിട്ട് കളയല്ലേ. എന്തോ കാട്ടിയിരിക്കണ കേട്ടോ. പ്രാവശ്യം പോയി കളഞ്ഞോ അതും അറിയില്ല. നമ്മൾ ഏകദേശം പണി കഴിയാനായിന്. പക്ഷേ എങ്കിൽ അപ്പത്തിന് മഴ പെയ്തു. എന്തായാലും ഇത്രയും നേരം നമ്മളെ മഴ സഹകരിച്ചു. ഇതിന് മഴനോട് ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? നന്ദി. വളരെ അധികം നന്ദിയുണ്ട് മഴയാണ്. ഉമ്മാക്ക് എന്താ പറയുള്ളത്? അതന്നെ നന്ദിണ്ടോ. മഴ എത്ര നേരം പെയ്യാണ്, കുറച്ചേരം പെയ്യ, രാവിലെ തൊട്ട് പെയ്യല്ലേനു. ഇത് തോന്നുന്നു നമ്മളിങ്ങോട്ട് വന്നോണ്ടാണ് തോന്നുന്നു ഇത്ര നേരം. ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് മഴ പെയ്യാന്നൂല്ലേ. ആ ഗ്യാപ്പിൽ നമ്മൾ ഇത്ര പണിയെടുത്തുട്ടോ. ഒരു കട്ടങ്ങനെ വെച്ചിട്ട് ഇത്ര നമ്മള് കയറ്റി. ഇനി അവിടെ കുറച്ചും കൂടി ഉണ്ട് കണ്ടോ. കുറച്ചുള്ളൂ. ഇതിന്റെ ഇത്രക്കില്ല. ഇതിന്റെ ഒരു കാൽഭാഗം പാട് ഉണ്ടാവുള്ളൂ. ഇനി മഴ ഒന്ന് പെട്ടെന്ന് ചോർന്നു കഴിഞ്ഞാൽ നമുക്ക് കാവാകുണ്ട്. ഞാൻ പറയും നമുക്ക് ആ പോയിട്ടൊന്ന് പോയി കണ്ടോക്കാം. പോയി വെള്ളം നോക്കി. ഒരാവശ്യമില്ലാത്ത രണ്ട് പരിപാടിയാണ് അവിടെ നടക്കുന്നത്. ഇന്നതാ അവിടെ ഒന്ന് നിൽക്കണ ഇവിടെ. നല്ല കളത്തിലാണ് അവിടെ. അമ്മ എന്താ അവിടെ കളക്കണേ? അല്ലടാ, വെള്ളം അവിടെ ആകെ കിണറ്റിക്കേ. ഈ മഴവെള്ളം അമ്മ എത്ര ആയി കഴിഞ്ഞാൽ ആ കിണറ്റിക്ക വെള്ളം പോകും. നമ്മൾ എത്ര മാതിരും കാര്യമില്ല. പണിട്ട് വരെ കെട്ടി വെക്കണ മാറ്റിക്കൂടെ? ആ നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പഴേ നമുക്കൊന്നും പറ്റൂല. നല്ല കാറ്റ് വരുന്നുണ്ട്. പോവുക. നമ്മ പാറി പോണോ? മമ്മ ഞാൻ പറയുമ്പോളേ ആ കോടാലി കയ്യിൽ നിന്ന് കളയണ്ട. നല്ല കാറ്റാണ് അത് ആരാന്റെ കൊണ്ടേ കിട്ടും. ആ പാറി പോവുക. അല്ലെങ്കിൽ കണ്ടോ അവിടെ നോക്ക്. നമ്മളെ തവിടല്ലേ അത് ഉണ്ടല്ലേ. പണിയെടുക്കട്ടെ. അപ്പുറത്തെ റോഡാണ്. അപ്പുറത്തെ ആരെ തൊടുവല്ല, ഈ വെള്ളം ഇതിലാണ് പോയിക്കോളൂ. സ്വന്തം പെരീത്തെ പണിയെടുക്കാൻ ടൈമില്ല. ഉമ്മ വരുന്ന നോക്കി. അല്ല ഉമ്മ പണ്ട് കാറ്റത്ത് പാറിയ കഥ ഉണ്ടായില്ലോ. ആര് പറഞ്ഞ വേടാ ഇങ്ങനെ മുണ്ടാ പോയിക്കാൻ. ഞാൻ വന്നതാ. വല്യമ്മ തൊഴിലുറപ്പിന് പോയി. എന്താ വളരെ എന്തോ ഒരു പണിയാ നോക്കമ്മ. ഞാൻ അവിടെ ഇല്ല, പണിക്കോയിനി. അപ്പൊ ഞാന് വിളിച്ചും ഉമ്മ എന്താ വർത്താനം, കുട്ടികളെ എവിടെ നിങ്ങളെവിടെയാണ്? ഉമ്മ വാസകുന്നിന്റെ മേലേക്ക് പണിക്ക് പോയിക്കണേ. ഇമ്മാനോട് ഞങ്ങളെ കഥ പറയാനല്ലേ പറഞ്ഞത്. ഇമ്മമ്മ പറയേ. അപ്പൊ പെരും കാറ്റും മഴയും വന്നോലോ. അപ്പൊ ഉമ്മ ഇതേപോലെ കോട തൊപ്പിയോ കട്ടീനി പാറി ഒരു തെയ്യിന്റെ ചോട്ടിക്കാണ്ട് എത്തിയാണ്. ആരാ പറയണേ? പോയി ഇമ്മ പോയി കോട ഞങ്ങളൊക്കെ കാറ്റത്ത് ഉമ്മ. അപ്പൊ ഉമ്മയുടെ കയ്യിൽ കോടാലൊന്നും ഇല്ലാനിയോ? അതിനെ എപ്പോഴും അറിയില്ല. പറഞ്ഞോലോട് ചോദിച്ചു. ആരാ പറഞ്ഞു? ചോലോട് ചോദിച്ചു. പോവാണെന്നുണ്ടെങ്കിൽ പോക്കറ്റിൽ വല്ല കല്ല് എന്തെങ്കിലും കെട്ടി വെക്കണം. ഞാൻ ഈ മാരാടാൻ പോവാ. ഈ മാരാന്റെ പോക്കറ്റിലിടാൻ പോകും. മരം പോക്കറ്റിലിടാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പോയിന്റ് അവസ്ഥ. വെള്ളം കുറവാണ്. നല്ല പേരാണ്. കാലിങ്ങിട്ട് വരാണ്. എന്നാ ഒരു മൂലക്ക് തോല് തുടങ്ങിക്കുന്ന ഉമ്മക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാ, നല്ല കലങ്ങിയ വെള്ളം. പിന്നെ എടാ ഞങ്ങള് പണ്ട് മീൻ വാങ്ങി. മീനേ കൊറേ മീൻ പല്ല് കൊണ്ടിട്ടേ നമ്മള് പൊരിച്ചല്ലോ. പറയുമ്പോ ജസ്റ്റ് ഒന്ന് കോരി നോക്കിയ മീൻ ഉണ്ടാവോ അല്ലേ? ഒരു കട്ടയില് കോരിക്കോളി. അതിന് എന്താ കൊടുത്തിട്ട് മുണ്ടിടുന്നു. നീയോ
ഞാൻ ഒറ്റക്കല്ലല്ലോ പോയിരുന്നേ ജൂടി ഇറങ്ങണ്ടേ മഴയാണ്. മുണ്ട് കൊടുക്കണോ ഇമ്മ മുടക്കാനായിട്ട് നിൽക്കും മുണ്ടുണ്ടോ? മുണ്ടല്ല മുണ്ടും കൊണ്ട് എന്തിനാ കോഴി അതിനാണ് ഇത് കൊണ്ടുവരുന്നത്. എന്നാ കോരി ആ ഞങ്ങൾ കൊടുക്കാം കൊതുകാല അതിനടുത്ത് മുണ്ടുണ്ടാവുന്ന പുതിയ കൊതുകാലാണ് അതുകൊണ്ടാണ് മക ഇത്രക്ക് അല്ല മീൻ കേറിയിട്ടുണ്ടാവോ മീൻ ഉണ്ടാവോ ഉണ്ടാവും ബാ നല്ലൊരു കൊതുക് വലപ്പ അത്. നിങ്ങളാ മറവത്തക്കാ പോണ്? ഔ ആ ഒക്കെപ്പാടെ മീനാ? എന്തുണ്ട്? നമ്മളെ നിരാശപ്പെടുത്തിയില്ല നമുക്ക് മീൻ ഉണ്ട് മീനുണ്ടോ ഔ എല്ലാരും ഉണ്ട് ആരും നെഗറ്റീവ് കമന്റ് ഒന്നും പറയല്ലേ ജീവിതമാർഗാണ് ഇപ്പൊ എനിക്ക് കോലാനൊരു ഊറ്റായി കോലാനി കോലാണ്ടോ കോലാൻ ഇത്ര നേരം കൂടിയിട്ട് നല്ലൊരു കുറച്ച് രാവിലെ വലിച്ചത് നല്ലത് ഒരു കോലാനും എന്താണ്? ഇതാണ് കോലാന് മലാക്കിന് വലിയൊരു കോലാനെ കിട്ടി വലിയ കോലാനും ഒരു സിലോപ്പി കോലാന്റെ പല്ലു കിട്ടി കേട്ടോ മക്കളെ നിങ്ങൾ ആരും ഈ വീഡിയോ കാണുന്നവര് ഇവര് കാട്ടുന്ന അതിൽ കാട്ടരുത് ട്ടോ. ഇവര് ചെറുപ്പത്തിലെ ഈ പൊയ്യും തോടൊക്കെ നീന്തി നടക്കുന്നവരാണ്. അതന്നെ മീനാണിത് കെട്ട് മീന് സെറ്റ് കേട്ടോ നമ്മള് കാട്ടണ വൈകി നിങ്ങൾ ആരും കാട്ടില്ലേ കാരണം നമ്മള് ചെറുപ്പം തൊട്ടിട്ടേ ഈ പൊയിലും തോട്ടിലും പൊയിലൊക്കെ നമ്മള് നടന്ന് നമുക്ക് ശീലമുണ്ട് അതേപോലെ ആരും കാട്ടില്ല കേട്ടോ ഇനി ചെന്ന് മഴക്കാലാണ് ഗായ്സ് അങ്ങനെ നമ്മള് പെരിയിലെത്തി നല്ല മഴയണീലേടാ നല്ല രീതിക്ക് നല്ല മഴ ഇമ്മമ്മ ഇമ്മ കൊട എടുത്തിരുന്നു നമ്മള് ചെറുതായിട്ട് മഴ കൊണ്ടു അതിന്റെ ഇടയിൽ ഇമ്മമ്മ തണുത്തിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്നു നമ്മളെ മീനവിടെ അവിടെ ഇത് മാറ്റിയിട്ടില്ലല്ലോ അത് ഞാൻ കഴിയാൻ വേണ്ടിട്ട് അപ്പഴേ ഞാൻ നിങ്ങൾ തണുത്ത് വരുമ്പോക്കെ കാരണം എന്താ അറിയോ അവിടുന്ന് പിടിച്ചോണ്ട് കുറെ ചപ്പും ചവറുള്ള ചണ്ടിയും ചവറൊക്കെ ഉണ്ടായിരുന്നു അത് നമ്മൾ ഏകദേശം ഞാനും അനിയനും പാട് ഇത്രയൊക്കെ മാറ്റിയെടുത്തു മീനിനെ കാട്ടിത്തരാം ഇതൊക്കെ മാറ്റാൻ തന്നപ്പോ ഞങ്ങൾക്ക് വെള്ളം ഉണ്ടാക്കാൻ തന്നു ഇനി ഇതില് കുറച്ചുകൂടി ചണ്ടും ചരങ്ങൊക്കെ ഇപ്പൊ മാറ്റാണ്ട് മാറ്റട്ടെ നിങ്ങളൊന്ന് നോക്കി നോക്കി ഈ മോൾ ഭാഗത്തൊക്കെ കുട്ടികളാണ് പക്ഷെ താഴത്തേക്ക് അങ്ങോട്ട് വരുമ്പോ അതായത് കുറച്ച് കോലാമ വലിയ കോലാമാര് ഇതൊക്കെ ഉണ്ട് കേട്ടോ നമ്മളുണ്ടല്ലോ ഇവിടെ വലിയ വലിയ കോലാമാരൊക്കെ ഉണ്ട് താഴെ നമ്മൾ ഇത്ര മീൻ കിട്ടും തന്നെ വിചാരിച്ചില്ല ഇല്ലല്ല സത്യം ഞങ്ങള് ഇമ്മ മറ്റേ എന്തമ്മ മറ്റേ കോട്ട് കൊതുകുവല കൊതുകാല ഉമ്മ എടുത്തപ്പോ ഇമ്മാക്ക് തൃപ്പതില്ലായിരുന്നു പക്ഷേ ഒരു മീനെ കിട്ടിയപ്പോ ഉമ്മാക്ക് കൊതുകാല എടുത്തതിന് ഒന്നും പറയാനില്ല മെച്ചായി തന്നെ ആദ്യം 2 മീനെ കിട്ടിയപ്പോ വലുതിനെ അല്ലേ ഉമ്മാക്ക് എന്താ പറ്റി പറയാനുള്ളത് പറയാനത് ആദ്യം ഒന്ന് കരുതീന് അത് കൊതുകുവല വെറുതെ കയറിട്ട് അങ്ങോട്ട് പോകാനാണ്. പക്ഷെ മീനാണ് കിട്ടിയപ്പോ ഇമ്മേ ബൂസ്റ്റ് പോയി ഹോർലിക്സ് കളഞ്ഞു അല്ലേ മീൻ അങ്ങോട്ട് ശരിയായി. ക്ലാസ് പൊട്ടിയോ? ഹോർലിക്സ് കഴിക്കണം കഞ്ഞേറുമ്പോ വരും പഞ്ഞ. ഈ ചെങ്ങായി ഇന്നും കൊറേ പച്ചവെള്ളം കുടിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ കുറച്ച് ബൂസ്റ്റും പാടെ കുടിക്കട്ടെ എന്തേറുമ്പോ അവിടെ എപ്പോഴേ അങ്ങോട്ട് അതാണ് ചിന്തിയത് ബ്ലോഗായാലും മീനൊന്നും പറയില്ല അല്ലാതെ എനിക്ക് തണ്ട കിട്ടില്ല ഇത് ഉണ്ടാക്കാൻ നോക്കാം ഇത് അമ്മ എങ്ങനെ നമ്മള് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണ എങ്ങനെ ഇതിന്റെ കാട്ടം കളയുണ്ട് കാട്ടൊന്നും കളയണ്ട ചെറിയ ചെറിയ മീനുകളല്ലേ കാട്ടൊന്നും കളയണ്ട വലുതിന്റെ കളഞ്ഞാൽ മതി വലുത് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സിലോപ്പി കുട്ടിയുടെ ഗൈസ് അതിന്റെ കാരണം ഇത് എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണ വെച്ച് കഴിഞ്ഞാല് നമ്മള് വത്തൽ മീനെ പൊരിക്കൂലേ അതേപോലെ നമ്മൾ ഉണ്ടാക്കാം ഉപ്പും മുളകും തേച്ചിട്ട് വേഗം ചട്ടിയിലിട്ട് വറുത്തിട്ട് വേഗം പരിപാടി ഗൈസ് അങ്ങനെ നമ്മള് ഉമ്മടെ പൊരിച്ചോണ്ട് ഉത്തിരിക്കുന്നുണ്ട് പൊരിച്ച് കഴിഞ്ഞോ അമ്മ കഴിഞ്ഞോ ഡോക്കടാക്കിയോ മോനെ ഗൈസ് ഇത്രക്കും മീനുകളാട്ടെ നമുക്ക് കിട്ടിയ കണ്ടു മറ്റേ ചെമ്മീ മൈക്കില് ഇത് നമ്മള് വല്ലാതെ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ ക്ലീൻ ആക്കാതെ അങ്ങനെയല്ല അതായത് അതിന്റെ കാട്ടൊന്നും നമുക്ക് പൊറക്കി കളഞ്ഞിട്ടില്ലാന്ന് അതായത് ഇനി കാട്ടല്ലല്ലോ ചെറിയ മീനല്ലേ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇത് ഈ വലിപ്പം പറ്റില്ല മമ്മ എന്നാ തിന്നാ റെഡി അല്ലേ ഇത് വലിയ മീനാണ് കേട്ടോ ഈ കാണുന്നത്
ഇത് നമ്മളെ ചെറിയ ചെറിയ പൂട്ടാള് മീനാളില്ലേ അത് സെറ്റാണ് ബത്തല് മൈക്ക് സെറ്റ് അല്ലേ മമ്മ ഇനിയിപ്പോ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഗൈസ് ഇതൊക്കെ തന്നെ നമ്മളെ പരിപാടി. അതെ ചോറ് വിളമ്പ് പൈച്ചിട്ട് നിക്കാൻ വെച്ചാൽ സെറ്റ് ആക്കില്ലെന്നാ. അങ്ങനെ നമ്മളെ ചോറും കറിയും മീനും പൊരിച്ച മീനൊക്കെ ആക്കണം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാണ് മമ്മ. എന്നാ തിന്നാൻ തുടങ്ങിയല്ലേ? ത്രില്ലിലാണ് മമ്മ. മീന് കടച്ചക്ക കറി അല്ല പിന്നെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ പരിപാടി അല്ലേ അമ്മ? കടച്ചക്ക ഉച്ചക്ക് ഉണ്ടാക്കിയല്ലേ? ആദ്യമായിട്ട് കേട്ടോ മഴക്കാലം വന്നിട്ട് ഇപ്പൊ ആദ്യമായിട്ടാണ് നമ്മള് ഇങ്ങനെ ഒന്ന് പോയി മീൻ പിടിക്കണമൊക്കെ. ഇത് നമ്മൾ കഴിഞ്ഞൊല്ലും ചെയ്തില്ലമ്മ. ഒരു വർഷമായില്ലേ ഇപ്പൊ? മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പരിപാടി ഇതൊക്കെ തന്നെ. തോട് മീൻ പിടിച്ച ഉണ്ടാക്ക പോയ മീൻ അതൊക്കെ പിന്നെ അമ്മമാരോട് ഇപ്പൊ തിന്നാനാണ്. തിന്നിട്ട് നമ്മളെ ആൾക്കാർക്ക് കാടി കൊടുക്കുന്ന ഇതും കുറച്ചെടുത്ത കുറച്ച് തിന്നിട്ട് അഭിപ്രായം പറഞ്ഞു കൊടുക്ക്. ചോറും കൂട്ടി തിന്നിട്ട് അഭിപ്രായം പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുത്തേ. അടിപൊളി അടിപൊളി സ്ഥിരം ഡയലോഗ്. അടിപൊളി. എങ്ങനെയുണ്ട്? രസമുണ്ടോ? നല്ല രസം. പോയ മീനെ കുറിച്ച് മമ്മാക്കുന്നത് പോയ മീനാണോ കടലത്തെ മീനാണ് ഇഷ്ടം? അത് പോയ മീൻ പോയ മീൻ്റെ അത്രയില്ല സത്യം പറയല്ലോ. പോയ മീൻ്റെ അത്രക്ക് വെറുതെ എത്തൂലടാ സത്യം. ഞങ്ങൾക്ക് അങ്ങനെയാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഇനി പുറത്തത്തെ ആൾക്കാർ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്. അസ്സലാമലൈക്കും ആണ്. അസ്സലാമലൈക്കും ഗൈസ്. പിന്നൊരു കാര്യം മീൻ തൊള്ളിയിലാണ് ഗൈസ്. പിന്നൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ മഴക്കാലാണ്. പൊയ്ക്കൊക്കെ ഇതേപോലെ മീൻ പിടിച്ചാണൊക്കെ ഇറങ്ങുള്ളൂ. സൂക്ഷിച്ചിറങ്ങുക. കാരണമാണ് ഞാൻ വള്ളമൊക്കെ എല്ലാ ടൈമാണല്ലേ അമ്മ? കലങ്ങിയൊക്കെ വള്ള ടൈമാണ്. ഞങ്ങൾ പണ്ട് മുതലേ അല്ല ഇതുപോലത്തെ കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ. പൊയ് തന്നെ അല്ലോട് ഓൽക്കെന്നല്ല ചെറിയ കുട്ടികളെ കേസാണ് തന്നെ. അപ്പൊ നോക്കി കണ്ടൊക്കെ നിൽക്കുക മാത്രല്ല വലിയോലും. അപ്പൊ നോക്കി കണ്ടൊക്കെ എല്ലാരും നിൽക്കുക. നീന്തൽ അറിയാത്തവരൊന്നും ഇറങ്ങല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. അതിലെല്ലാവർക്കും ബൈ ഗൈസ്. ബൈ ഗൈസ്. ബൈ. അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.